സാറേ, ബംഗാളിൽ 25,000-ഓളം അധ്യാപകരെ പിരിച്ചുവിട്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കി. ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിരിക്കും. അപ്പോൾ വൻതോതിലുള്ള ഒരു കുംഭകോണം അവിടെ നടന്നു എന്നല്ലേ വ്യക്തമാകുന്നത്? അത് രസകരമായൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കൃത്യമായി പറഞ്ഞാൽ 25,753 പേരെയാണ് ഒരൊറ്റ ഉത്തരവിൽ പിരിച്ചുവിട്ടത്. ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്താണ് അങ്ങനെ പിരിച്ചുവിടാൻ കാരണം എന്നുള്ളതിന് പറയുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റ് നടപടിക്രമം ആരംഭിച്ചപ്പോൾ മുതൽ അതിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കുംഭകോണവും കടന്നുകൂടെ ചെയ്തു. അതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ സിനിമാ താരമായിരിക്കുന്ന ഒരു കീപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്, അർപ്പിത മുഖർജി എന്ന് പറഞ്ഞിട്ട്. അവരും കൂടി ചേർന്നിട്ടാണിത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു നാൾ വഴികൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2016 പശ്ചിമ ബംഗാളിലെ സ്കൂൾ സർവീസ് റിക്രൂട്ട്മെൻറ്റ് കമ്മീഷൻ സെലക്ഷൻ പ്രൊസീജിയർ ആരംഭിക്കുകയാണ്. ആകെ വേണ്ടതെന്ന് വെച്ചാൽ 24,640 അധ്യാപകരാണ്. അതിൽ പ്രൈമറി സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. ഈ എല്ലാ അധ്യാപകർക്കും കൂടി ഒറ്റ കമ്മീഷനാണ്. അതിനാണ് ടെസ്റ്റ് നടത്തിയത്. ടെസ്റ്റ് വന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് വന്നപ്പോൾ തന്നെ പലർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, ഉയർന്ന മാർക്ക് കിട്ടിയ OMR ടെസ്റ്റായിരുന്നു. ഉയർന്ന മാർക്ക് കിട്ടിയവരുടെ OMR ഷീറ്റ് നശിപ്പിച്ചു. കാരണം തെളിവ് പിന്നെ ഉണ്ടാകരുത്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വ്യാജമായ OMR ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർക്ക് കാശ് കൊടുത്തവർക്കെല്ലാം വലിയ രീതിയിൽ മാർക്ക് കൂടി കൊടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഒറിജിനൽ മാർക്ക് നേടിയവരെ ജമ്പ് ചെയ്ത് മുകളിലേക്ക് പോകത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹൈക്കോടതി ഇത് റദ്ദ് ചെയ്തിരുന്നു. അതിനെതിരെ അപ്പീല് പോയി. അപ്പീല് പോയപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് നൾ ആൻഡ് വോയിഡാണ്. കാരണം അബിനീഷ്യോ വോയിഡ് എന്നാണ്. ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ് വാസ് ഇല്ലീഗൽ. തുടക്കം മുതലേ തന്നെ നിയമത്തെയും ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഈ സംഭവം നടന്നത്. അതിനെതിരെ 29 ഏപ്രിൽ 2004 ഇവർ വീണ്ടും ബംഗാൾ ഗവൺമെൻറ് അപ്പീലിന് പോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പിരിച്ചുണ്ടാക്കിയ പൈസ മുഴുവൻ അയാളെടുത്തിട്ടില്ല. കുറേയേറെ പണം മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളെ കൈവിട്ടാലും ഇതിൽ നിയമനം കിട്ടിയവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പണം അവർ തിരിച്ചു ചോദിക്കുകയും അത് വലിയ കുഴപ്പത്തിലെത്തുകയും ചെയ്യും. ഇത് വന്ന സമയത്ത് മമത ഈ വിധി വന്നിട്ട് ഈ വിധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 16 കോടി രൂപ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു ജഡ്ജിയുടെ ആ പണം കണ്ടെത്തിയപ്പോൾ ആ ജഡ്ജിയെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക എന്നത് മാത്രമാണ് ചെയ്തത്. അപ്പോൾ ട്രാൻസ്ഫർ ഒരു ശിക്ഷയായതുകൊണ്ട് ഇങ്ങനെ ഈ അധ്യാപകരായി നിയമനം നേടിയവരെയും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ എന്താ കുഴപ്പം എന്നാണ് ചോദിച്ചത്. ഇതിനകത്തൊരു രസകരമായ കാര്യം, ജുഡീഷ്യറി ചെയ്തിരിക്കുന്ന ഒരു ക്രമക്കേട്, ആ ക്രമക്കേടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വേറൊരു ക്രമക്കേടും വേറൊരു നിയമവിരുദ്ധമായ പ്രവൃത്തിയെയും ന്യായീകരിക്കുന്നതിന് വേണ്ടി ഒരു മുഖ്യമന്ത്രി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇത്രയും പേര് വന്നിട്ട് അതിൽ 11,000 അധ്യാപകർ 9ഉം 10ഉം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ 5,596 പേര് ഹയർ സെക്കൻഡറിയിലാണ് പഠിപ്പിക്കുന്നത്, 11ലും 12ലും. ബാക്കിയുള്ളവരാണ് പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഇവരെല്ലാവരും കാശ് കൊടുത്തിട്ടാണ് ഈ നിയമനം നേടിയിരിക്കുന്നത്, കാശ് കൊടുക്കാതെയല്ല. ഇവരെല്ലാവരും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതിൽ ഇവരൊരു കോടതിയിൽ ഉന്നയിക്കപ്പെട്ടൊരു കാര്യം, അതിൽ കുറേ പേര് ബൈ മെരിറ്റിന് കടന്നുകൂടിയിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടതാണ്. അതെന്ന് വെച്ചാൽ അവർ കാശ് കൊടുത്തിട്ടുണ്ടാകില്ല. ഇല്ല.
അല്ലെങ്കിൽ ഇതിനെ മറികടക്കത്തക്ക വിധത്തിൽ കാശ് കൊടുത്ത് ഈ ജോലി നേടാൻ വേണ്ടി കെൽപ്പുള്ളവരുണ്ടായിരുന്നില്ല. ഇതിൽ ഒരു നിയമപ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നിയമനം നേടിയിട്ട് ആ നിയമലംഘനത്തിന് ന്യായീകരണം പറയണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം ജോലി ചെയ്തതിന് ശേഷമാണ് ഇവരെ പിരിച്ചുവിടുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഈ നൾ ആൻഡ് വോയിഡ് എന്നുള്ള സിദ്ധാന്തം എടുത്തു കഴിഞ്ഞാൽ, കാരണം അബിനീഷ്യോ വോയിഡ്, ഇല്ലീഗൽ ഫ്രം ദ വെരി ബിഗിനിങ് എന്നെടുത്തു കഴിഞ്ഞാൽ നിയമരഹിതമായ മാർഗത്തിലൂടെ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് നിയമനം നേടിയിട്ടുള്ളവരുടെ പണം തിരിച്ചടക്കേണ്ടി വരും, ശമ്പളം. കാരണം ഇതവർ ഇത് ചെയ്തേക്കണമല്ല, അർഹതയുള്ള പണമല്ല. കാരണം ഇതിൽ അഴിമതി നടന്നു എന്നുള്ള കാര്യം സ്ഥാപിക്കപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ, അവിടെ പശ്ചിമ ബംഗാളിൽ പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. ആ പബ്ലിക് സർവീസ് കമ്മീഷനെ ഇത് ഏൽപ്പിക്കാതെ 25,000 അധ്യാപകരെ തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷനെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയും. പക്ഷേ ആ പബ്ലിക് സർവീസ് കമ്മീഷനെ ഏൽപ്പിക്കാതെ ഇതിനു വേണ്ടി വേറൊരു കമ്മീഷൻ ഉണ്ടാക്കിയേക്കാണ്. ഇത് കേരളം വിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ഈ അഭ്യാസം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നടത്തുന്ന നിയമനങ്ങളിലെല്ലാം അഴിമതിയും നടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും പോലീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വേറൊരു ബോർഡാണ് നടത്തുന്നത്. കോളേജ് അധ്യാപകർക്ക് വേറൊരു ബോർഡാണ്, മെഡിക്കൽ പ്രാക്ടീഷണർക്ക് വേറൊരു ബോർഡാണ്. PSC അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഭരണഘടനാ സ്ഥാപനം ഉണ്ടായിരിക്കെ അവർ നിയമന പ്രക്രിയയിൽ സെലക്ഷൻ പ്രൊസീജിയറാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപേക്ഷ ക്ഷണിക്കുന്നു, പരീക്ഷ നടത്തുന്നു, ഉത്തരക്കടലാസ് വാല്യൂ ചെയ്യുന്നു, അതിനുശേഷം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഏൽപ്പിക്കുകയാണ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കുന്നത് മറ്റുള്ളവരാണ്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് താരതമ്യേന അഴിമതി രഹിതമായി PSC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UPSCയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ആളുകൾക്ക് പരാതിയില്ല. ഇതേ പ്രോസസ്സാണ് ചെയ്യുന്നത്. UPSC പരീക്ഷ നടത്തുന്നു, റാങ്ക് ലിസ്റ്റ് കൊടുക്കുന്നു, ഗവൺമെൻറ്റിന് കൊടുക്കുന്നു, ഗവൺമെൻറ് ആവശ്യമുള്ളവർ എടുക്കുന്നു, അല്ലാത്തവർ എടുക്കുന്നില്ല. ഇതാണ് പരിപാടി. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വേറൊരു ബോർഡിനെ ഏൽപ്പിക്കുകയാണ്. ആ ബോർഡിനെ ഏൽപ്പിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആ ബോർഡിനൊന്നിനും ഭരണഘടനാപരമായ സംരക്ഷണമില്ല. പബ്ലിക് സർവീസ് കമ്മീഷന് ഭരണഘടനയുടെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഈ ചെയ്യുന്നൊരു കാര്യം നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിൽ അയാൾ ഉത്തരവാദിയാണ്. അതിന് ചെയർമാൻ ഉത്തരവാദിയാണ്, മെമ്പർമാർ ഉത്തരവാദികളാണ്, ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാണ്. അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല. ഇനി ഇത് നടന്നിട്ടോ, എവിടെയൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ അഴിമതി നടന്നിട്ടുണ്ട്. അതായത് സെലക്ഷൻ പ്രൊസീജിയറും അപ്പോയിൻറ്റിങ് അതോറിറ്റിയും ഒരേ സോഴ്സിലായി കഴിഞ്ഞാൽ അഴിമതി നടക്കും. അതെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അഴിമതി നടന്നിട്ടുണ്ട്. ഇത്തരം റിക്രൂട്ട്മെൻറ്റുകളെക്കുറിച്ച് വ്യാപകമായിട്ട് പരാതികൾ വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഈ കാര്യം ജുഡീഷ്യറിക്ക് കൂടി ബാധകമാണ് എന്നുള്ള കാര്യം അവരും ഓർക്കേണ്ടതാണ്. കാരണം ഇവർ തന്നെ ഇത് തിരഞ്ഞെടുക്കുന്ന ഒരു രീതി, അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എവിടെ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരാണ് അധ്യാപകരെ തിരഞ്ഞെടുത്തിരുന്നത്. ആ അധ്യാപകരെ തിരഞ്ഞെടുത്തിരുന്ന കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന 90% പേരും ബ്രാഹ്മണരായിരുന്നു. നിങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? അത് ഇടതുപക്ഷത്തിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് തുടങ്ങിയത്. ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷത്തിന് ഒരു സർവകലാശാല ഉണ്ടാക്കിയിട്ട് ഇന്ദിരാഗാന്ധി അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. 1967 എൻ്റെ ഒരു ഓർമ്മ. 67 ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഇടതുപക്ഷത്തെ ഏൽപ്പിച്ച യൂണിവേഴ്സിറ്റിയാണ്. ഇടതുപക്ഷത്തിനൊരു വിഹിതം കൊടുത്താണ് ഇന്ദിരാഗാന്ധി. അത് കാരണം അവിടെ കയറിയിരുന്നവർ മിക്കവാറും എന്നല്ല 99% പേരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരായിരുന്നു. അവിടെ അധ്യാപകരെ തിരഞ്ഞെടുത്തിരുന്നത്, വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിരുന്നത്.
അങ്ങനെ അധ്യാപകർ അവിടെ ഒരു സംവരണ നിയമവും ഉണ്ടായിരുന്നില്ല. ഷെഡ്യൂൾ കാസ്റ്റ്, ബാക്ക്വേർഡ് കാസ്റ്റ്, മൈനോറിറ്റി, ഇവർക്ക് ആർക്കും തന്നെ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ മാത്രമല്ല ഇവർക്ക് പ്രവേശനം ഇല്ലാതെ പോയത്, ഇവർക്ക് പ്രവേശനം ഈ ദളിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും മൈനോറിറ്റികൾക്കും പ്രവേശനം ഇല്ലാതെ പോയ സ്ഥാപനങ്ങളിൽ ഒന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അവിടെ ഇവരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് തന്നെ ജുഡീഷ്യറിയിൽ നിങ്ങളിത് എടുത്തു നോക്ക്. ജുഡീഷ്യറിയിൽ ജഡ്ജ് സിലക്ട് ജഡ്ജസ്, അത് വന്നിട്ട് എന്തുകൊണ്ടാണ് മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരവിടെ വരാതിരുന്നത് എന്നൊരു പ്രശ്നമില്ലേ? ഇതും അഴിമതി തന്നെയാണ്. സ്വജനപക്ഷപാതം അഴിമതിയുടെ പട്ടികയിൽ വരും എന്ന് നിർവചിച്ച് ഉറപ്പിച്ചത് സുപ്രീം കോടതിയാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ പണം വാങ്ങിക്കൽ മാത്രമല്ല, സ്വജനപക്ഷപാതവും അഴിമതി തന്നെയാണ്. സമ്മതിക്കണതിന് ആ സ്വജനപക്ഷപാതവും അഴിമതി തന്നെയാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നത്, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 5ഉം 6ഉം തലമുറയിൽപ്പെട്ടവർ ജഡ്ജസായിട്ട് വരുമ്പോൾ അതും അഴിമതിയാണെന്ന് സമ്മതിക്കാനുള്ള ബാധ്യത സുപ്രീം കോടതിക്കുണ്ട് എന്നുള്ള കാര്യം അവരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു ഏജൻസിയും അതൊരു ഭരണഘടനാ സ്ഥാപനത്തെ തന്നെ എന്തിനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ തന്നെ സർക്കാർ സംവിധാനത്തിലേക്ക്, സർക്കാരിൻ്റെ പണം മുടക്കി നടത്തുന്ന സംവിധാനങ്ങളിലേക്ക് നീതിപൂർവമായ നിയമനം നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഭരണഘടനാ സ്ഥാപനം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് വിവിധ സർവീസ് കമ്മീഷനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സർവീസ് കമ്മീഷനുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ നീതിപൂർവമുള്ള നിയമനം നടത്താതിരിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണം കൂടി ഇവിടെ കിട്ടിയിരിക്കുന്നു. ഈ ഉദാഹരണത്തെക്കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വളരെ വിശാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യമുള്ളത്, സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും എന്തുകൊണ്ടാണ് പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്നത് എന്ന ചോദ്യത്തിന് അവരും ഉത്തരം നൽകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം, ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള മെരിറ്റ് ഈ വിഭാഗങ്ങൾക്കില്ലാത്തതാണ് കാരണം എന്നൊരു വാദം ഉന്നയിക്കാം. പക്ഷെ അത് നിലനിൽക്കില്ല. എന്താ കാരണമെന്നറിയാമോ? ബാക്കി വിഭാഗങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും വൈജ്ഞാനിക മേഖലയുടെ മറ്റു വിഭാഗങ്ങളിലെല്ലാം ഈ പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കാൻ കേൾപ്പുറ്റവർ ആ സമൂഹത്തിലുണ്ടെന്ന് തന്നെയല്ലേ? അതെ. അങ്ങനെ ആ സമൂഹത്തിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുമ്പോൾ ഈ നീതിന്യായ രംഗത്തേക്ക് വരാൻ വേണ്ടി മാത്രം അവർക്ക് കേൾപ്പില്ലാതെ പോകുന്നു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. ഇനി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരിങ്ങനെ എല്ലാ മികവും എല്ലാ സംഗതിയും നോക്കി എടുത്ത് വെക്കുന്നവരാണ് ഈ അഴിമതി ചെയ്യുന്നത്. 80% പേര്, 60% പേര്, 30% പേര് ഓരോ ജഡ്ജിയും റിട്ടയർ ചെയ്യുമ്പോൾ ശതമാനക്കണക്ക് പറയുകയാണ് ജുഡീഷ്യറിയിൽ അഴിമതിയെക്കുറിച്ച്, അതും ഹയർ ജുഡീഷ്യറിയിൽ അഴിമതിയെക്കുറിച്ച്. അപ്പോൾ ഏറ്റവും മികച്ചവരെ മികവുറ്റ രീതിയിൽ എടുത്തു വെക്കാൻ വേണ്ടിയാണ് ഈ ജഡ്ജസ് സിലക്ട് ജഡ്ജസ് എന്നുള്ള രീതി എന്ന് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ആ വാദം തന്നെ നിലനിൽക്കുന്നില്ല. കാരണം അതിനകത്ത് അഴിമതിക്കാരുണ്ട്, കഴിവ് കുറഞ്ഞവരുണ്ട്, വായിൽ തോന്നിയത് പറയുന്നവരുണ്ട്. അതാണല്ലോ ഈ അടുത്ത് പറഞ്ഞത്, ഒരു പെൺകുട്ടിയുടെ മാറിൽ പിടിക്കുന്നതും അവളുടെ പാവാടച്ചട്ട അഴിക്കുന്നതും ഒന്നും ബലാത്സംഗം, അവളുടെ ഔട്ട്റേജ് എഗൻസ്റ്റ് ദ മൊഡസ്റ്റി ഓഫ് വിമൻ വരില്ല എന്ന് ഒരു ജഡ്ജി വിധിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിധിച്ചാണ്. നിങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടിട്ട് അത് സ്റ്റേ ചെയ്ത്, ഇവരെടുത്തു വച്ച ജഡ്ജാണ് അത് ചെയ്തത്. എല്ലാ മികവിൻ്റെ പേരിലും കൊളീജിയം സിസ്റ്റം നടപ്പിലാക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ മുന്നിൽ കേസ് വാദിക്കാൻ വേണ്ടി വരുന്നവരെ നോക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ആർക്കാണ് മെരിറ്റ് ഉള്ളത് എന്ന്.
ആ മെറിറ്റിനെ ഞങ്ങൾ തീരുമാനിച്ചെടുത്തു വെക്കും, ആ മെറിറ്റുള്ളവർ ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഇവർ പറഞ്ഞിരുന്നു. ആ മെറിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെടുത്തു വെച്ച ഒരു മഹാനായ ജഡ്ജാണ് ഈ പറഞ്ഞത് പാവാടച്ചരട് അഴിക്കുന്നതും അവളുടെ മാറിൽ കൈവെക്കുന്നതും ഒന്നും അവളുടെ മൊഡസ്റ്റി അഗൻസ്റ്റ് വിമൻ ആകില്ല, റേപ്പിലൊന്നും അത് വരില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ബുദ്ധിശൂന്യതയോ അല്ലെങ്കിൽ എന്താണ് അതിനെ പറയേണ്ടത് അതുണ്ട് എന്ന് സമ്മതിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സിലക്ഷൻ പ്രൊസീജിയർ എപ്പോഴും അത് ഏത് രംഗത്തായാലും ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ നടത്തുന്നതാണ് അതിൻ്റെ ശരി. കേരളത്തിൽ താരതമ്യേന അഴിമതി ഇല്ല എന്ന് ആളുകൾ സമ്മതിക്കുന്ന വിശ്വാസമുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസം ജനങ്ങൾ അർപ്പിക്കുന്ന സ്ഥാപനം പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്നും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 25,000 പേർക്കെതിരെ ഇങ്ങനെ നടപടി എടുത്തിട്ടും ആരും വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം ഒന്നും നടത്താത്തല്ല. കുറേ പേര് മെറിറ്റുള്ളവർ ഇതിനകത്തുണ്ടാകും. പക്ഷേ ആദ്യകാലം മുതൽ തന്നെ ഈ പരീക്ഷ എഴുതിയ പല ആൾക്കാരും ഉത്തരപേപ്പറിൽ ഒന്നും എഴുതാതെ വിട്ടിട്ട് പോയതാണ്. പിന്നീട് അത് ഫില്ല് ചെയ്തിട്ടാണ് ഇവർ പലരും ജോലി. അല്ല, അവർ ഉത്തരപേപ്പർ എഴുതിയില്ല. അപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് വേണ്ടി OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് ഒരു ഏജൻസി വെക്കുകയാണ് ചെയ്തത് കാശ് വാങ്ങിയിട്ട്. അല്ലാതെ ഈ കാൻഡിഡേറ്റ് ആ പ്രദേശത്ത് ചെന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനെ ന്യായീകരിക്കാൻ മമതാ ബാനർജി വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ മമതാ ബാനർജിയുടെ ഒരു ധാർമ്മികമായ നിലവാരം എന്നുകൂടി നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.